ഹലോ ഓൾ വെൽക്കം ടു നാറ്റമി. നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് സെക്കൻഡറി മാത്തമാറ്റിക്സിന്റെ എക്സാം ഓറിയന്റഡ് ലൈവ് ക്ലാസ്സിലാണ്. അപ്പോൾ നമ്മൾ മുമ്പ് ഒരു ലൈവ് ക്ലാസ് ചെയ്തിരുന്നു, എക്സാം ഓറിയന്റഡ് ലൈവ് ക്ലാസ്. അതുപോലെ മാത്സിലെ മറ്റൊരു ലൈവ് ക്ലാസ്സാണ് നമുക്ക് ഇന്ന് ചെയ്യാനുള്ളത്. നമുക്കറിയാം, വളരെ പ്രധാനപ്പെട്ട ചാപ്റ്ററുകളും അതിൽ വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്സുകളുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ചാപ്റ്ററിലോട്ട് കിടക്കാം. ഏത് ഭാഗമാണ്, ഏത് ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത് എന്ന്, ഏതൊക്കെ ഭാഗമാണ് ഡിസ്കസ് ചെയ്യുന്നത് എന്ന് നമുക്ക് ഇങ്ങനെ ഓരോരോ ഭാഗത്ത് ഇങ്ങനെ കൃത്യമായിട്ട് പറഞ്ഞു പോകാം. നമുക്ക് ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് കോർഡിനേറ്റ് ജോമെട്രി എന്ന് പറയുന്ന ഭാഗമാണ്. കോർഡിനേറ്റ് ജോമെട്രി എന്ന് ഭാഗം. അപ്പൊ ഇതില് എക്സാമിൽ നമ്മൾ ടോപ്പിക്കുകളൊക്കെ നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഏതൊക്കെ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് എന്നുള്ള കാര്യമാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം അല്ലേ. ആദ്യത്തെ ക്വസ്റ്റ്യനിൽ എന്താണ് പറയുന്നത്? റൈറ്റ് ഡൗൺ എക്സ് ആൻഡ് വൈ കോർഡിനേറ്റ്സ് ഫോർ ഈച്ച് ഓഫ് ദ ഫോളോയിങ് എന്നാണ്. ഓക്കെ, ഈ പറയുന്ന ഓരോന്നിലെയും എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റ്സും പറയുക എന്നുള്ളത് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട്. എന്താണത്? ഇങ്ങനെയുള്ള ഒരു എക്സ്, ഇതാണ് നമ്മുടെ എക്സ് ആക്സിസും ഇത് വൈ ആക്സിസുമാണ് അല്ലെ. ഇതൊരു വൈ ആക്സിസും കൂടിയാണ്. അപ്പൊ ഇങ്ങനെ ഓരോ എക്സ് ആക്സിസും വൈ ആക്സിസും നമ്മൾ ഓരോന്നിലും നമ്മൾ കാണുന്നുണ്ട്. ഇതിൽ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റ്സും ഉണ്ട്. ഇപ്പൊ ഞാൻ ഇവിടെ ഒരു പോയിന്റ് ഇടുന്നു. ഇവിടെ ഇങ്ങനെ ഒരു പോയിന്റ് ഇട്ടാൽ അതെന്തായിട്ട് വരും? ഏകദേശം ഞാൻ അതൊന്ന് മാറ്റിയാണ്, പോയിന്റ് മാറ്റിയിട്ട് ഇവിടെ ഇടുന്നു. അപ്പൊ ഇതിന്റെ കോർഡിനേറ്റ്സ് നോക്കുമ്പോൾ നമുക്ക് എത്ര വരും? 4, 3 എന്ന് വരും. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിൽ എക്സ് കോർഡിനേറ്റ് ഇതാണ്, വൈ കോർഡിനേറ്റ്സ് ഇതാണ്. ഇത് നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ് അല്ലെ. അങ്ങനെ നോക്കുമ്പോൾ തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞ 4 പോയിന്റ്സുകളുണ്ട്. ഈ 4 പോയിന്റ്സുകളുടെയും എക്സ് കോർഡിനേറ്റ്സ് എന്താണ്, വൈ കോർഡിനേറ്റ്സ് എന്താണ് എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നോക്കാം നമുക്ക് എങ്ങനെയാണ് ഇത് ചെക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ഇപ്പൊ നോക്കൂ, 1, 1 എന്ന് പറയുന്ന ഒരു പോയിന്റ്, 1, 1 എന്ന് പറയുന്ന ഒരു പോയിന്റ്. ഈ 1, 1 എന്ന് പറയുന്ന പോയിന്റ് വരുമ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇത് ശരിക്ക് എക്സ് വൈ എന്ന് പറയുന്ന ആ രൂപത്തിലാണ് ഇതെന്ന്. അപ്പൊ ഇതിലെ ഈ ഒന്നാമത്തേതിലെ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റ്സും ഏതാണ് എന്ന് നോക്കാം. ഇതിലെ എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് 1 ആണ്, വൈ കോർഡിനേറ്റ് എന്ന് പറയുന്നതും 1 ആണ്. അപ്പൊ ഇത് നമുക്ക് ഇവിടെ സോൾവ് ചെയ്ത് കിട്ടും. ഓക്കെ, ഇനി രണ്ടാമത്തതാണ് കുറച്ചൊരു ഡിഫിക്കൽട്ട് ആയിട്ട് നമുക്ക് തോന്നുന്നത്, പക്ഷെ സിമ്പിൾ ആണ്. എന്താണത്? -3, 2 എന്ന് പറയുന്നത്. -3, 2 എന്ന് പറയുന്ന ഈ പോയിന്റ്, ഇതിൽ എക്സ് കോർഡിനേറ്റ് ഏതാണ്, വൈ കോർഡിനേറ്റ്സ് ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ആദ്യമുള്ളത് ഈ -3 ആണ്. അപ്പൊ ഇവിടെയുള്ള നമുക്ക് എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റ്സും നമുക്കൊന്ന് നോക്കിയാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഇവിടെ കിട്ടുന്നത്, രണ്ടാമത്തേത് കിട്ടുന്നത് എക്സ് കോർഡിനേറ്റ് ഏതാണ്? -3 ആണ്. വൈ കോർഡിനേറ്റ് എന്ന് പറയുന്നത് 2 ആണ്. നമുക്കതും കിട്ടി അല്ലെ. ഇതിന്റെ എക്സ് കോർഡിനേറ്റ് -3 ആണ്, വൈ കോർഡിനേറ്റ് 2 ആണ്. ഇനി സി എന്ന് പറയുന്ന പോയിന്റ് നോക്കൂ. സി എന്ന് പറയുന്ന പോയിന്റിൽ -7, 5 ആണ് അതിന്റെ കോർഡിനേറ്റ് എന്ന് പറയും. അപ്പൊ അതിന്റെ എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് -7 ആണ്, വൈ കോർഡിനേറ്റ് എന്ന് പറയുന്നത് -5 ആണ്. രണ്ടും നെഗറ്റീവ് പോയിന്റ്സുകൾ അല്ലെങ്കിൽ മൈനസ് പോയിന്റുകളാണ് ഇതിലുള്ളത്. അപ്പൊ അതിന്റെ കോർഡിനേറ്റ്സ് അതാണ്. ഇനി നോക്കൂ, 2, -6 ആണ്. അപ്പൊ അതിന്റെ എക്സ് കോർഡിനേറ്റ് 2 ആണ്, വൈ കോർഡിനേറ്റ് ഏതാണ്? -6 ആണ്. അപ്പൊ ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള പോയിന്റുകൾ തന്നാലും അതിൽ നിന്നും എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റ്സും കണ്ടെത്താൻ നമുക്ക് സാധിക്കും. ഇനി ഇതിൽ ഒരു പോയിന്റ് തന്നുകൊണ്ട് ഈ ഗ്രാഫിൽ ഒരു പോയിന്റ് അടയാളപ്പെടുത്താൻ തന്നാൽ അത് നമ്മൾ എങ്ങനെ ചെയ്യുമെന്നാണ് നമ്മൾ നോക്കുന്നത്. ഒരു ഉദാഹരണത്തിന് -2, 3 എന്ന് പറയുന്ന ഒരു പോയിന്റ് ആണ് നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത് എന്ന് വിചാരിക്കുക. അപ്പൊ -2, 3 ഇതിന്റെ എക്സ് കോർഡിനേറ്റ് -2 ആണ്, വൈ കോർഡിനേറ്റ് 3 ആണ്. അത് നമുക്കറിയാം. അപ്പൊ എക്സ് കോർഡിനേറ്റ് -2 ആയതുകൊണ്ട് എക്സ് ആക്സിസിൽ 2 അല്ലെ, -2, വൈ ആക്സിസിൽ 3. ഓക്കെ, ഇനി ഇതിനെ കൃത്യമായിട്ട് യോജിപ്പിക്കുന്ന പോയിന്റ് ഏതാണ് എന്നാണ് നോക്കുന്നത്. -2 ഇതാണ്, 3 ആണ്. ഇതിനെ കൃത്യമായിട്ട് കിട്ടുന്ന ഒരു പോയിന്റ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ പോയിട്ട് കറക്റ്റ് ഏകദേശം ഇവിടെ വരും അല്ലെ. ഈ പോയിന്റിനെയാണ് -2, 3 എന്ന് പറയുന്ന പോയിന്റ് അടയാളപ്പെടുത്തുക. ഇനി നേരെ തിരിച്ചു തന്നാലോ, 3, 2 എന്ന് പറയുന്ന ഒരു പോയിന്റ്. 3, 2 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? എക്സ് ആക്സിസ് 3 ആണ്, വൈ ആക്സിസ് 2 ആണ്. അപ്പൊ എക്സ് ആക്സിസിൽ 3, വൈ ആക്സിസിൽ 2. ഇതിങ്ങനെ കൃത്യമായിട്ട് അടയാളപ്പെടുത്തിയാൽ ഇവിടെ കിട്ടും.
ഇതിനെ നമുക്ക് 3 3 2 എന്ന് പറയുന്ന പോയിന്റ് നമുക്ക് അടയാളപ്പെടുത്താൻ സാധിക്കും. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്? സാധാരണ ഒരു പോയിന്റ് തന്നിട്ട് അത് ഗ്രാഫിൽ അടയാളപ്പെടുത്തുക, അല്ലെങ്കിൽ ഗ്രാഫ് തന്നിട്ട് അതിൽ പോയിന്റ് അടയാളപ്പെടുത്തുക എന്നുള്ള രൂപത്തിൽ വരാം. അതുപോലെ തന്നെ എക്സ് കോർഡിനേറ്റ് വൈ കോർഡിനേറ്റ്സ് അടയാളപ്പെടുത്തുക എന്ന് പറയുന്ന ക്വസ്റ്റ്യൻസും ഇതിൽ വരാം. ഇനി ഇതുപോലെ 2 പോയിന്റുകൾ തന്നു, ഈ 2 പോയിന്റുകൾ തന്ന് അവ തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്, അല്ലെങ്കിൽ ഒരു പോയിന്റ് തന്നിട്ട് അതിലെ എക്സ് ആക്സിസിൽ നിന്നും വൈ ആക്സിസിൽ നിന്നുമുള്ള ഡിസ്റ്റൻസ് എങ്ങനെയാണ് എന്ന് കൂടി നമ്മളോട് ചോദിച്ചേക്കാം. നമുക്ക് ആ പ്രോബ്ലം ഒന്ന് നോക്കാം. ഓക്കെ, ഇവിടെ തന്നിട്ടുള്ളത് എന്താണ്? റൈറ്റ് ഓൺ ദ ഡിസ്റ്റൻസ് ഓഫ് ഈച്ച് ഓഫ് ദ ഫോളോയിങ് ഫ്രം ദ വൈ ആൻഡ് എക്സ് ആക്സിസ് റെസ്പെക്റ്റീവ്ലി. വളരെ സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. അത് നമ്മൾ നേരത്തെ ചെയ്ത അതേ റൂട്ട് ഒന്ന് ആലോചിച്ചാൽ മതി. നമ്മൾ എന്ത് ചെയ്യുന്നു? എക്സ് ആക്സിസും വൈ ആക്സിസും അല്ലേ, ഇതിന് ഞാനിപ്പോൾ 2 3 എന്ന് പറയുന്ന ഒരു പോയിന്റ് അടയാളപ്പെടുത്തുന്നു. ഇപ്പൊ 2 എന്ന് പറയുന്നത് ഏതാണ്? 2 എന്ന് പറയുന്ന എക്സ് ആക്സിസ്, അത് എത്രയാണ്? ഡിസ്റ്റൻസ് 2 ആണ് അല്ലേ. വൈ ആക്സിസിൽ നിന്നും 2 ഡിസ്റ്റൻസ് ആണ് അതിനുള്ളത്. ഇനി 3 എന്ന് പറയുന്നത് വൈ ആക്സിസ് ആണ്, അത് ഏതാണ്? ഇവിടെയാണ്. അത് എക്സ് ആക്സിസിൽ നിന്നും 3 പോയിന്റ് വ്യത്യാസത്തിലാണ്. ഇതാണ് നമ്മൾ ഇവിടെ കണ്ടെത്താൻ പോകുന്നത്. ഇത്രയേ ഉള്ളൂ സിമ്പിൾ പ്രോഗ്രാം എത്രയാണ്. അപ്പൊ 2 4 എന്ന് പറയുമ്പോൾ ഇത് എന്താണ്? വൈ ആക്സിസിൽ നിന്നും 2 പോയിന്റും ഇത് എക്സ് ആക്സിസിൽ നിന്നും 4 പോയിന്റ് ഡിഫറൻസിലാണ്. ഇനി ഇത് നോക്കൂ, അതിന്റെ ഡിസ്റ്റൻസ് ആണ്. ബി എന്ന് പറയുന്നത് -2 എന്ന് പറയുന്നത് വൈ ആക്സിസിൽ നിന്നും -2 ആണ് ഡിസ്റ്റൻസ് ഉള്ളത്. അതുപോലെ എക്സ് ആക്സിസിൽ നിന്നും 4 ആണ് ഡിഫറൻസ് ഉള്ളത്. ഇനി -2 -4 എന്ന് പറയുമ്പോൾ എക്സ് ആക്സിസിൽ നിന്നും വൈ ആക്സിസിൽ നിന്നും -2, എക്സ് ആക്സിസിൽ നിന്നും -4. അതുപോലെ തന്നെ നമുക്ക് എന്ത് വരുന്നു? അടുത്ത് നോക്കുന്നു 2 - 4 എന്ന് വരുമ്പോൾ എക്സ് ആക്സിസിൽ നിന്നും വൈ ആക്സിസിൽ നിന്നും 2, എക്സ് ആക്സിസിൽ നിന്നും -4. ഇത്രയാണ് ഈ പറയുന്ന പ്രോബ്ലംസ് ഇവിടെ വരുന്നത്. വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാം, നമുക്കിത് ചെയ്തു തീർക്കാവുന്നതാണ്. പക്ഷേ അടുത്തൊരു പ്രോബ്ലം, ഒരു ലെവൽ പ്രോബ്ലംസ് വരുന്നുണ്ട്. നമുക്കിവിടെ ഈ ഞാൻ നേരത്തെ ചെയ്ത ഈ ഒരു ഭാഗം ഇവിടെ എന്താണ്? ഇതിന് 4 ക്വാഡ്രന്റ് ആക്കി നമ്മൾ തിരിക്കുന്നുണ്ട് അല്ലെ. 4 ക്വാഡ്രന്റ് ആക്കി തിരിക്കുന്നു. ഈ ക്വാഡ്രന്റുകളിൽ ഓരോന്നിലും വരുന്ന ഈ പോയിന്റുകൾ, എക്സ് ആക്സിസിന്റെ വൈ ആക്സിസിന്റെ പോയിന്റുകൾ, അതിന്റെ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റ്സും, അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യമാണ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അല്ലെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് എങ്ങനെ നമുക്ക് പ്രോബ്ലംസ് സോൾവ് ചെയ്യാമെന്നുള്ളത് നോക്കൂ. ഇവിടെ ഒരു 8 പോയിന്റുകൾ തന്നിട്ടുണ്ട്. ABCDEFGHPQ എന്ന് പറയുന്ന 10 പോയിന്റുകളുണ്ട്. 10 പോയിന്റുകൾ. ഈ 10 പോയിന്റുകളെ നമ്മൾ എന്ത് ചെയ്യണം? ക്വാഡ്രന്റ് വൈസ്, അതായത് 4 ക്വാഡ്രന്റുകളാണ് ഉള്ളത്. ഈ ക്വാഡ്രന്റ് വൈസ് ആക്കി നമുക്ക് തരംതിരിക്കണം. എ എന്ന് പറയുന്ന പോയിന്റ്, അതിന്റെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് -3 2 ആണ്. ബി 2 3 ആണ്. 7 - 6 1 1 -9 -9 -6 1 -4 -5 11 -3 3 12 -13 6 എന്ന് പറയുന്ന ഈ 10 പോയിന്റുകളും ഏതൊക്കെ ക്വാഡ്രന്റുകളിലാണ് ഉള്ളത് എന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഇതാണ് നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പൊ ആദ്യം നമുക്ക് ഇത് പറയണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ക്വാഡ്രന്റുകൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് മനസ്സിലാവണം അല്ലെ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ക്വാഡ്രന്റുകൾ ഇത് തന്നെയാണ് ക്വാഡ്രന്റ്. ഇതിനെ ഞാൻ ഫസ്റ്റ് ക്വാഡ്രന്റ് എന്നും, ഇതിനെ സെക്കൻഡ് ക്വാഡ്രന്റ് എന്നും, ഇതിനെ തേർഡ് ക്വാഡ്രന്റ് എന്നും, ഇതിനെ ഫോർത്ത് ക്വാഡ്രന്റ് എന്നും വിളിക്കുന്നു. ഓക്കെ, ഫോർത്ത് ക്വാഡ്രന്റ് എന്നും വിളിക്കുന്നു. ഇതാണ് നമുക്ക് നോക്കേണ്ടത്. പക്ഷെ ഇതിലുള്ള പ്രത്യേകത എന്ന് പറയുന്നത് ഫസ്റ്റ് ക്വാഡ്രന്റിൽ എക്സ് ആക്സിസും വൈ ആക്സിസും പോസിറ്റീവ് ആയിരിക്കും, രണ്ടും പോസിറ്റീവ് ആയിരിക്കും. സെക്കൻഡ് ക്വാഡ്രന്റിന്റെ പ്രത്യേകത എന്താണ്? എക്സ് ആക്സിസും നെഗറ്റീവ് ആയിരിക്കും. അതുപോലെ തന്നെ വൈ കോർഡിനേറ്റ് എന്തായിരിക്കും? എക്സ് കോർഡിനേറ്റ് മൈനസ് ആയിരിക്കും, നമ്മുടെ വൈ കോർഡിനേറ്റ് പോസിറ്റീവ് ആയിരിക്കും. തേർഡ് ക്വാഡ്രന്റ് രണ്ടും നെഗറ്റീവാണ്, അതായത് എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും നെഗറ്റീവാണ്. ഫോർത്ത് ക്വാഡ്രന്റിൽ എന്താണ്? എക്സ് കോർഡിനേറ്റ് പോസിറ്റീവാണ്, പക്ഷെ വൈ കോർഡിനേറ്റ് എന്താണ്? നെഗറ്റീവാണ്. ഇതാണ് ഈ വ്യത്യാസം. അപ്പൊ നമുക്ക് തന്നിട്ടുള്ള ഈ 10 പോയിന്റുകളിലെ ആ എക്സ് കോർഡിനേറ്റുകളും വൈ കോർഡിനേറ്റുകളും ഏതൊക്കെ രീതിയിൽ വരുന്നു എന്ന് നോക്കണം. അപ്പൊ നമുക്ക് ആദ്യം ചെയ്യാനുള്ളത് ഒന്നാമത്തെ എ എന്ന് പറയുന്ന പോയിന്റ് -3 2. എക്സ് കോർഡിനേറ്റ് നെഗറ്റീവും വൈ കോർഡിനേറ്റ് പോസിറ്റീവുമായിട്ടുള്ളത് ഏത് ക്വാഡ്രന്റിൽ വരുന്നു എന്നാണ് നോക്കേണ്ടത്.
നോക്കൂ, എക്സ് കോർഡിനേറ്റ് എന്താണ്? നെഗറ്റീവ്. അതുപോലെ തന്നെ വൈ കോർഡിനേറ്റ് പോസിറ്റീവ്. എക്സ് കോർഡിനേറ്റ് നെഗറ്റീവും വൈ കോർഡിനേറ്റ് പോസിറ്റീവും ആയത് ഏത് ക്വാഡ്രന്റിൽ വരും? സെക്കൻഡ് ക്വാഡ്രന്റിൽ വരും. സെക്കൻഡ് ക്വാഡ്രന്റിൽ വരും. അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യും, ഇതിലുള്ള കാര്യങ്ങൾ മാത്രം ഇവിടെ എഴുതാം. അപ്പോൾ നമുക്ക് എ എന്ന് പറയുന്ന പോയിന്റ് എവിടെ വന്നു? സെക്കൻഡ് ക്വാഡ്രന്റിൽ എനിക്ക് കിട്ടി. സെക്കൻഡ് ക്വാഡ്രന്റ്. അപ്പോൾ ഞാൻ ഇവിടെ എ എന്ന് പറയുന്ന ക്വാഡ്രന്റ് ഇവിടെയാണ് എന്ന് എഴുതുന്നു. ഓക്കെ. ഇനി അടുത്തത് നോക്കൂ. അടുത്ത് നോക്കൂ, ബി എന്ന് പറയുന്ന പോയിന്റ്. ബി എന്ന് പറയുന്ന പോയിന്റ് എന്താണ് പ്രത്യേകത? 2, 3 ആണ്. രണ്ടും പോസിറ്റീവാണ്. രണ്ടും പോസിറ്റീവ് ആണെങ്കിൽ എങ്ങനെ എഴുതണം? രണ്ടും പോസിറ്റീവ് ആണെങ്കിൽ ഏതായിരിക്കും? രണ്ടും പോസിറ്റീവ് ആണെങ്കിൽ ഇതാ ഇവിടെ ആയിരിക്കും. അപ്പൊ ബി എന്ന് പറയുന്നത് ഇവിടെയുള്ള ക്വാഡ്രന്റ് ആണ്. ഇനി നോക്കൂ, ഏതാണ്? സി എന്ന് പറയുന്നത് 7 - 6. അപ്പൊ എക്സ് കോർഡിനേറ്റ് പോസിറ്റീവ് ആണ്. വൈ കോർഡിനേറ്റ് നെഗറ്റീവ് ആണ്. എക്സ് കോർഡിനേറ്റ് പോസിറ്റീവ്, വൈ കോർഡിനേറ്റ് നെഗറ്റീവ്. അത് ഇവിടെയല്ലേ വരിക? അപ്പൊ സി എന്ന് പറയുന്നത് വരുന്നു. ഇനി ഡി എന്ന് പറയുന്നത് 1, 1. രണ്ടും പോസിറ്റീവ് ആണെങ്കിൽ അത് ഇവിടെ വരും അല്ലേ? ഇനി നോക്കൂ, അടുത്ത കോർഡിനേറ്റ് ഇ എന്ന് പറയുന്നത് -9, -9. രണ്ടും നെഗറ്റീവാണ്. എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും നെഗറ്റീവാണ്. അങ്ങനെയാണെങ്കിൽ അത് ഇവിടെ വരും. രണ്ടും നെഗറ്റീവ് ആണെങ്കിൽ ദാ ഇവിടെയാണ് വരുന്നത്. ഇനി നോക്കൂ എവിടെയാണ് അടുത്തത്? എഫ് എന്ന് പറയുന്നത് -6ഉം 1ഉം. എന്ന് വെച്ചാൽ ഫസ്റ്റ് ക്വാഡ്രന്റ് എന്താണ്? ഫസ്റ്റ് എക്സ് കോർഡിനേറ്റ് നെഗറ്റീവ്, സെക്കൻഡ് കോർഡിനേറ്റ് ഏതായിരിക്കും? പോസിറ്റീവ് ആണ്. അത് നമ്മൾ നേരത്തെ എ ചെയ്തതുപോലെ തന്നെയാണ് അല്ലേ? ഫസ്റ്റ് നെഗറ്റീവും ഇതുവാണെങ്കിൽ അത് എഫിൽ ഇതാ ഇവിടെ വരും, സെക്കൻഡ് കോർഡിനേറ്റിൽ വരും. ഇനി നോക്കൂ, ജി ആണ്. രണ്ടും നെഗറ്റീവ് ആണെങ്കിൽ ഇതാ ഇവിടെ വരുന്നു. ഇനി തേർഡ് എന്താണ്? ഇത് കഴിഞ്ഞു. ഇനി എച്ച് എന്ന് പറയുന്നത് പോസിറ്റീവ് നെഗറ്റീവ്. ഫസ്റ്റ് പോസിറ്റീവ്, സെക്കൻഡ് നെഗറ്റീവ്. ഫസ്റ്റ് പോസിറ്റീവ്, സെക്കൻഡ് നെഗറ്റീവ് എന്ന് പറയുമ്പോൾ ഇതാ ഇവിടെ വരുന്നു ജി. അപ്പൊ ABCDEFG വരെ എത്തി. ഇനി നമുക്ക് എച്ചും ഐയും. എച്ച് എന്താണ്? പോസിറ്റീവ് നെഗറ്റീവ് ആണ്. എക്സ് പോസിറ്റീവ്, മറ്റേ നെഗറ്റീവ്. അപ്പൊ ഇതാ ഇവിടെ അല്ലേ? ചെറിയൊരു മാറ്റം, ചെറിയൊരു മിസ്റ്റേക്ക്. ജി എവിടെയാണ് വരുന്നത്? ജി വരുന്നത് രണ്ടും നെഗറ്റീവ് ആണ് അല്ലെ? ജി വരുന്നത് രണ്ടും നെഗറ്റീവ് ആണ്, ഇവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ABCDEFG. അപ്പൊ ഇവിടെ എച്ച് വരുന്നു. എച്ച് നമ്മൾ എഴുതി അല്ലെ? എച്ച് നമ്മൾ എഴുതി കഴിഞ്ഞു. ഇനി നമുക്ക് എഴുതാനുള്ളത് ഏതാണ്? നമുക്ക് എഴുതാനുള്ളത് പിയും ക്യൂ ആണ്. പിയും ക്യൂ രണ്ടും പോസിറ്റീവ് ആണ്. ഇവിടെ രണ്ടും പോസിറ്റീവ് ആയിട്ടാണ് വരുന്നത്. രണ്ടും പോസിറ്റീവ് ആണെങ്കിൽ അത് എവിടെയായിരിക്കും? ഫസ്റ്റ് ക്വാഡ്രന്റിലായിരിക്കും വരുന്നത്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ അടുത്ത നോക്കൂ, നെഗറ്റീവും പോസിറ്റീവ്. അതായത് എക്സ് കോർഡിനേറ്റ് നെഗറ്റീവ് ആണ്, വൈ കോർഡിനേറ്റ് എന്താണ്? പോസിറ്റീവ് ആണ്. അങ്ങനെയാണെങ്കിൽ അത് ഇവിടെ വരുന്നു. ഫസ്റ്റ് നെഗറ്റീവ് ആണ്, പിന്നെ ഉള്ളത് പോസിറ്റീവ്. നെഗറ്റീവും പോസിറ്റീവും വരുന്നത് ദാ സെക്കൻഡിലാണ്. അപ്പോൾ ക്യൂ എന്ന് പറയും. അപ്പോൾ ഇത്രയാണ് നമുക്ക് എഴുതാനുള്ളത് അല്ലേ? ഇങ്ങനെ. അപ്പോൾ ഫസ്റ്റ് ക്വാഡ്രന്റിൽ വരുന്ന പോയിന്റുകൾ BDP, സെക്കൻഡ് ക്വാഡ്രന്റിൽ വരുന്നത് AFQ, തേർഡ് ക്വാഡ്രന്റിൽ വരുന്നത് Eയും Gയുമാണ്, ഫോർത്ത് ക്വാഡ്രന്റിൽ Cയും Hയുമാണ്. ഇങ്ങനെയാണ് നമുക്ക് ഈ പ്രോബ്ലംസിനെ അഡ്രസ്സ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇനി നേരെ തിരിച്ചു വരാം അല്ലേ? തിരിച്ചു നമുക്ക് തരാം ക്വാഡ്രന്റ് തന്നിട്ട് അതിലുള്ള പോയിന്റ്സുകൾ ഏതൊക്കെയായിരിക്കും. കുറേ പോയിന്റ്സ് തന്നുകൊണ്ട് ഏതൊക്കെ ക്വാഡ്രന്റുകൾ ആണ് ഉള്ളത് എന്ന് തരും. ക്വാഡ്രന്റുകൾ തന്നിട്ട് അതിലുള്ളത് പിക്ക് ചെയ്യാൻ പറയും. ഇങ്ങനെ പല രൂപത്തിലും തരുന്നു. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഫസ്റ്റ് ക്വാഡ്രന്റിലാണെങ്കിൽ രണ്ടും പോസിറ്റീവ് ആയിരിക്കും, സെക്കൻഡ് ക്വാഡ്രന്റ് ആണെങ്കിൽ നെഗറ്റീവ് പോസിറ്റീവ്, അതുപോലെ തേർഡ് ക്വാഡ്രന്റിലും രണ്ടും നെഗറ്റീവ് ആയിരിക്കും, ഫോർത്ത് ക്വാഡ്രന്റിലും പോസിറ്റീവ് നെഗറ്റീവ്, ഇങ്ങനെ ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇത് മനസ്സിലാക്കിയാൽ ഈ ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് വളരെ ഈസി ആയിട്ട് നമുക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് നെക്സ്റ്റ് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസിനാണ്. നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻസിലോട്ട് പോകാം. അടുത്ത ലെവൽ ചോദ്യത്തിലെ ഒന്നാണ് നമ്മുടെ ഇവിടെ തന്നിട്ടുള്ളത്. ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഈച്ച് ഓഫ് ദ ഫോളോയിങ് പോയിന്റ്സ്. അതായത് രണ്ട് ക്വസ്റ്റ്യൻ ഇവിടെ തന്നിട്ടുണ്ട്. രണ്ട് ക്വസ്റ്റ്യൻ ഇത് ബി ആയിട്ട് എടുക്കാം.
ഓക്കെ, എ ക്വസ്റ്റ്യനിൽ എന്താണ് പറയുന്നത്? പി എന്ന് പറയുന്ന പോയിന്റും ക്യൂ എന്ന് പറയുന്ന പോയിന്റും, പി എന്ന് പറയുന്നത് 6, 8 ആണ്, ക്യൂ എന്ന് പറയുന്നത് -9, 12 ആണ്. ഈ പിയും ക്യൂവും തമ്മിലുള്ള പോയിന്റ്സുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് കാണുക, അതാണ് നമ്മളോട് ആദ്യം പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തെ എന്താണ്? എ എന്ന് പറയുന്നു ബി എന്ന് പറയുന്ന രണ്ട് പോയിന്റുകൾ, ഈ പോയിന്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് കാണുക എന്നുള്ളതാണ്. അപ്പൊ -6, -1ഉം -6, 11 ആണ് രണ്ട് പോയിന്റുകളുള്ളത്. അപ്പൊ ഈ രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് കാണുക എന്നുള്ളതാണ് നമ്മളോട് ആദ്യം ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഈ പറയുന്ന പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാമെന്നാണ്. അപ്പൊ നമുക്ക് രണ്ട് പോയിന്റുകൾ തന്നാൽ അവ തമ്മിലുള്ള ഡിസ്റ്റൻസ് കാണുന്ന ഇക്വേഷൻ ആദ്യം നമ്മൾ ഓർത്തു വെക്കണം. ഓർമ്മയുണ്ടോ ആ പോയിന്റ് ഏതാണ് എന്നുള്ളത്? ഒന്ന് ഓർത്തു നോക്കൂ. ഇപ്പൊ ഒരു പി എന്ന് പറയുന്നു, ക്യൂ എന്ന് പറയുന്ന രണ്ട് പോയിന്റ് ആണ്. അത് ഏതുമാകാം, എയും ബി ആകാം, എയും പിയും ആകാം, ക്യൂവും പിയും ആകാം, ക്യൂവും എസും ആകാം, ഏത് രണ്ട് പോയിന്റും ആയിക്കോട്ടെ, എക്സോ വൈ എന്നുള്ള രൂപത്തിലുള്ള രണ്ട് പോയിന്റ് ആയിക്കോട്ടെ. ആ രണ്ട് പോയിന്റ് തമ്മിൽ, ഒരു ഉദാഹരണത്തിന് പിയും ക്യൂവും തന്നെ എടുക്കാം. ആ രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ് എന്ന് നോക്കിയാൽ അതിന്റെ ഇക്വേഷൻ ആണ് നമുക്കുള്ളത് പി ക്യൂ. ഇവിടെ പി ക്യൂ എന്ന് പറയുന്നത് പി എന്ന് പറയുന്നത് ക്യൂ എന്ന് പറയുന്ന പോയിന്റ്. അവ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് √(x2 - x1) y2 - y1² ആണ്. അതായത് ഇപ്പൊ ഒരു ഉദാഹരണത്തിന് പി എന്ന് പറയുന്നത് x1 y1, അതുപോലെ ക്യൂ എന്ന് പറയുന്നത് x2 y2, ഇതാണ് ഉള്ളത്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ, ഇങ്ങനെ രണ്ട് പോയിന്റ് തന്നാൽ ഇതിന്റെ ഡിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻസ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മുടെ പ്രോബ്ലംസ്, തൊട്ട് മുന്നേ ഉള്ള പ്രോബ്ലംസ് കാണേണ്ടത്. എന്തൊക്കെയാണ്? ഇവിടെ പി എന്ന് പറയുന്നു, ക്യൂ എന്ന് പറയുന്ന രണ്ട് പോയിന്റുകളുണ്ട്. അതിൽ 6, 8ഉം ക്യൂ 9, -12 -12 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഇക്വേഷൻ കാണണം. ഇതിന്റെ ഇക്വേഷൻ കാണുമ്പോൾ നമ്മൾ പിയും ക്യൂവുമാണ് അല്ലെ. ഈ പിയും ക്യൂവും കാണുമ്പോൾ നമുക്ക് 6, 8 കാണാം, 6, 8ഉം കാണാം. അതുപോലെ തന്നെ ഇവിടെ ക്യൂവിൻ്റെ എന്താണ്, -9, -12 ആണ്. ഇതിലെ x1 ഏതാണ്, y1 ഏതാണ്, x2 ഏതാണ്, y2 ഏതാണ് എന്നാണ് കണ്ടെത്തുന്നത്. വളരെ സിമ്പിളാണ്. ഇതാണ് x1, ഇതാണ് y1, ഇതാണ് x2, ഇതാണ് y2. ഇത് കണ്ടെത്തിയാൽ അതിൽ നിന്നും നമുക്ക് പ്രോബ്ലം എഴുതാം. ആദ്യം എന്താണ്, ഇസിക്കൽ ടു റൂട്ട് ഓഫ് ഏതാണ്, x2 - x1. x2 ഏതാണ്, -9 മൈനസ്, പിന്നെ ഉള്ളത് x1 ഏതാണ്, 6 ആണ്, 6² പ്ലസ് y2 എന്ന് പറയുന്നത് -12 ആണ്, മൈനസ് എത്രയാണ്, 8 ആണ്, (² അങ്ങനെയാണെങ്കിൽ നോക്കൂ, √(-9 - 6) എന്ന് പറയുമ്പോൾ -15 ആണ്, (15² പ്ലസ് -12ഉം -8ഉം എന്ന് പറയുമ്പോൾ -20 വരുന്നു, -20². ഇങ്ങനെ വരുന്നു. അത് നോക്കുമ്പോൾ -15ന്റെ സ്ക്വയറും 15ന്റെ സ്ക്വയറും സെയിം ആണ്. അപ്പം 15ന്റെ സ്ക്വയർ 225 ആണെന്ന് നമുക്കറിയാം. -20ന്റെ സ്ക്വയർ 400 ആണെന്ന് നമുക്കറിയാം അല്ലേ. അപ്പൊ ഇനി ഇത് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് വരുന്നത്? ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരുന്നു? √225 പ്ലസ് 400 എന്ന് പറയുമ്പോൾ √625 വരുന്നു. അങ്ങനെയാണെങ്കിൽ √6 ഈ 625 നമ്മൾ എവിടെയാണ് കേട്ടിട്ടുള്ളത്? 625 നമ്മൾ കേട്ടിട്ടുള്ളത് എവിടെയാണ്? നമ്മുടെ 25ന്റെ സ്ക്വയർ ആയിട്ടാണ്. 25ന്റെ സ്ക്വയർ ആണ് 625 എങ്കിൽ √625 എന്ന് പറയുമ്പോൾ അത് എത്രയായിരിക്കും? 25 ആയിരിക്കും. അതായത് ഇവിടെ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? നമ്മുടെ പി എന്ന് പറയുന്ന ക്യൂ എന്ന് പറയുന്ന രണ്ട് പോയിന്റുകൾ, അവ തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? ഇവിടെ 25 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് മറ്റൊന്ന് കൂടി ബാക്കിയുണ്ടല്ലോ. ഏതാണത്? എയും ബിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് നമുക്ക് ബാക്കിയുണ്ട്. അത് ഏതൊക്കെയാണ്? -6ഉം അതുപോലെ തന്നെ -6ഉം -1ഉം -6ഉം 11ഉം ആണ്. -6ഉം അങ്ങനെയാണെങ്കിൽ അതിൽ നിന്നും നമുക്ക് എന്താണ്? എ ബി -6ഉം 1ഉം -6ഉം 11 -6ഉം -1ഉം -6ഉം 11 -1. ഓക്കെ, ഇതാണല്ലോ. അപ്പൊ ഇതാണ് x1 y1, ഇത് x2 y2. അങ്ങനെയാണെങ്കിൽ √(x2 - x1² പ്ലസ് y2 - y1² ആണ്.
അങ്ങനെയാണെങ്കിൽ ഇവിടെ x2 ഏതാണ് -6 മൈനസ് എത്രയാണ് ഇവിടെ -6 ഹോൾ സ്ക്വയർ പ്ലസ് y2 എത്രയാണ് 11 ആണ് 11 മൈനസ് 1 ഓക്കെ -1 ഹോൾ സ്ക്വയർ. ഇനി ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. -6 -6 അവിടെ മൈനസ് വരുമ്പോൾ പ്ലസ് ആവും. അപ്പൊ ഇത് യഥാർത്ഥത്തിൽ എന്തായിട്ട് മാറും -6 + 6 ഹോൾ സ്ക്വയർ പ്ലസ് ഇവിടെ നോക്കും 11 -1 എന്നാണ്. അപ്പൊ മൈനസ് വരുമ്പോൾ അത് പ്ലസ് ആയിട്ട് മാറും 11 + 1 എന്നായിട്ട് മാറും. ഓക്കെ 11 + 1 എന്നായിട്ട് മാറും ഹോൾ സ്ക്വയർ. അപ്പൊ ഇവിടെ എത്രയാണ് വരുന്ന വാല്യൂ നോക്കൂ -6 + 6 എന്ന് പറയുമ്പോൾ അത് 0 ആണ്. 0 സ്ക്വയർ പ്ലസ് 11 + 1 എന്ന് പറയുമ്പോൾ അത് 12 ആണ് 12 സ്ക്വയർ അല്ലേ. അങ്ങനെ ആക്കുമ്പോൾ ടോട്ടലി നമ്മൾ 0 സ്ക്വയർ 0 തന്നെയാണ് 12 സ്ക്വയർ √12 സ്ക്വയർ ആണ് വരുന്നത്. അപ്പോൾ ഈ √12 സ്ക്വയർ എന്ന് പറയുമ്പോൾ എത്രയാണ് വരുന്നത് ഇതിൻ്റെ റൂട്ട് മാറും. അതായത് നമുക്ക് സിമ്പിൾ എന്ത് എടുക്കാം 12 എടുക്കാം. ഓക്കെ എത്രയാണ് വരുന്നത് 12 ആണ് ഇതിൻ്റെ ആൻസർ. അപ്പോൾ എ എന്ന് പറയുന്ന പോയിന്റും ബി എന്ന് പറയുന്ന പോയിന്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ് 12 ആണ്. അപ്പോൾ ഇങ്ങനെ രണ്ട് പോയിന്റുകൾ നമുക്ക് തന്നാൽ അതിൻ്റെ ഡിസ്റ്റൻസ് കാണുന്ന രൂപം എന്ന് പറഞ്ഞാൽ ഇത്രയാണ്. PQ അല്ലെങ്കിൽ AB എന്ന് പറയുന്ന പോയിന്റ് തന്നാൽ നമുക്ക് ഇങ്ങനെ കാണാം √(x2 - x1) ഹോൾ സ്ക്വയർ പ്ലസ് √(y2 - y1) ഹോൾ സ്ക്വയർ. ഇങ്ങനെ ഈ ഫോർമുല ഉപയോഗിച്ച് നമുക്ക് ഏത് രണ്ട് പോയിന്റുകളുടെയും എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും തന്നാൽ അതിൽ നിന്നും നമുക്ക് അവ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആ രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിലേക്കാണ് നമുക്ക് പോകാനുള്ളത്. അപ്പോൾ ഈ പറയുന്ന ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് തന്നാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇതിൻ്റെ ആൻസർ ചെയ്യാവുന്നതാണ്. അടുത്ത ലെവൽ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് എക്സ് എന്ന് പറയുന്ന ഒരു പോയിന്റ് കണ്ടുപിടിക്കാൻ. എന്താണ് ചോദിച്ചിട്ടുള്ളത്? ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 points 0, 0 ആൻഡ് x3 is 5. അതായത് നേരത്തെ ചോദിച്ച ചോദ്യത്തിൽ നമ്മളോട് നമ്മുടെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷെ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്, 2 പോയിന്റ്സ് തന്നിട്ടുണ്ട്, അവക്കിടയിലുള്ള ഡിസ്റ്റൻസ് 5 ആണ് എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് 5 ആണ് എന്ന് കൃത്യമായിട്ട് ഇവിടെ തന്നിട്ടുണ്ട്. പക്ഷെ പ്രശ്നം എന്താണ്? 2 പോയിന്റ് കൃത്യമായിട്ട് തന്നിട്ടില്ല. അതായത് ഒരു പോയിന്റ് 0, 0 ആണ്, മറ്റേ പോയിന്റ് x3 ആണ്. അതായത് ഇവിടുത്തെ ഈ എക്സ് എന്ന് പറയുന്ന പോയിന്റ് ഏതാണെന്ന് തന്നിട്ടില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? ആ എക്സ് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറയുന്നത്. ഇതെങ്ങനെ കണ്ടുപിടിക്കും? നേരത്തെ ചെയ്ത അതേ ഇക്വേഷൻ തന്നെയാണ്. ഏതായിരുന്നു നമ്മുടെ ഇക്വേഷൻ? ഞാൻ എന്ത് ചെയ്യുന്നു? ഇതിനെ പി എന്നും ഇതിനെ ക്യൂ എന്നും എടുക്കുന്നു. ഓക്കെ അങ്ങനെയെങ്കിൽ പി ക്യൂ എന്ന് പറയുന്ന ആ ഇക്വേഷൻ അവ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് √(x2 - x1) ഹോൾ സ്ക്വയർ പ്ലസ് y2 - y1 ഹോൾ സ്ക്വയർ. അതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ ഇവിടെ ഇതായിരിക്കും x1 y1, ഇവിടെ x2 y2 ആണല്ലോ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ x2 - x1 എന്ന് പറയുമ്പോൾ ഇവിടുത്തെ x2 എന്ന് പറയുന്നത് x ആണ്, -0 ഹോൾ സ്ക്വയർ പ്ലസ് 3 - 0 ഹോൾ സ്ക്വയർ. ക്ലിയർ ആണല്ലോ. ഇവിടെ y2 എന്നൊരു 3 ആണ്. അപ്പോൾ 3 - y1 0, അപ്പോൾ 3 - 0 ഹോൾ സ്ക്വയർ. ഇത് എത്രയാണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്? 5 ആണ് എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടി ക്ലാരിറ്റിയിൽ ഇതാണെങ്കിൽ എന്ത് വരുന്നു? x - 0 എന്ന് പറയുന്നത് എക്സിൽ നിന്ന് 0 ഓർക്കുക എന്ന് വെച്ചാൽ x തന്നെയാണ്. അപ്പോൾ x സ്ക്വയർ പ്ലസ് 3 - 0 എന്ന് പറഞ്ഞാൽ 3 ആണ്. അപ്പോൾ 3 സ്ക്വയർ = 5 ആണല്ലോ. ഒന്നുകൂടി നോക്കുകയാണെങ്കിൽ √(x² + 9 = 5. ഇങ്ങനെ ഉണ്ടാകുമ്പോൾ നമുക്ക് കൃത്യമായിട്ടൊരു ഇത് കിട്ടില്ല. നമ്മൾ എന്ത് ചെയ്യുന്നു? 2 ഭാഗത്തെയും സ്ക്വയർ എടുക്കുന്നു. അതായത് ഈ ഭാഗത്തെയും സ്ക്വയർ എടുക്കുന്നു, ഈ ഭാഗത്തെയും സ്ക്വയർ എടുക്കും. അപ്പോൾ ഈ ഭാഗത്ത് സ്ക്വയർ എടുക്കുമ്പോൾ എന്താ സംഭവിക്കും? ഈ റൂട്ട് പോകുന്നു. അപ്പോൾ എന്ത് വരുന്നു? x² + 9 = ഇവിടെ സ്ക്വയർ എടുക്കുമ്പോൾ 5ന്റെ സ്ക്വയർ എത്രയാണ്? 25. ഇങ്ങനെയാണ് വരുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ സൈഡിൽ റൂട്ട് എടുക്കുമ്പോൾ എന്ത് വരുന്നു? ഈ സ്ക്വയർ പോകുന്നു. അപ്പോൾ x² + 9 മാത്രം ബാക്കിയാവുന്നു. ഇവിടെ സ്ക്വയർ എടുക്കുമ്പോൾ 5 സ്ക്വയർ വരുന്നു. 5 സ്ക്വയർ എത്രയാണ്? 25 ആണ്. ഇങ്ങനെ വരുന്നു.
നമുക്ക് എന്താണ് കാണേണ്ടത്? എക്സ് ആണ് കാണേണ്ടത്. അപ്പോൾ എക്സിൻ്റെ കൂടെയുള്ള എക്സ് മാത്രം അവിടെ നിർത്തി ബാക്കിയുള്ളതിനെ അങ്ങോട്ട് കൊണ്ടുപോകും. എന്ന് വെച്ചാൽ x² = 25. ഈ 9 അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ -9 ആയിട്ട് മാറും, സൈന് മാറുന്നു, -9. അപ്പോൾ x² = 16. x² 16 ആണ്. പക്ഷെ നമ്മളോട് കാണാൻ പറഞ്ഞത് ഏതാണ്? എക്സ് ആണ്. അപ്പോൾ x = എന്താണ്? √16 ആണ്. √16 എന്ന് പറയുമ്പോൾ x ±4 ആണ്. ±4. 16 എന്നതിൻ്റെ റൂട്ട് എടുക്കുമ്പോൾ നമുക്ക് പ്ലസ്സോ മൈനസോ വരാം, രണ്ടും വരാം. അതായത് -4ന്റെ സ്ക്വയറും 16 ആണ്, 4ന്റെ സ്ക്വയറും 16 ആണ്. ഇതാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് വരുന്നു? x ±4 കിട്ടുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് ഈ പറയുന്ന എക്സ് എന്ന് പറയുന്ന ഈ പോയിന്റിൽ ഒന്നുകിൽ 4 കൊടുക്കാം അല്ലെങ്കിൽ -4 കൊടുക്കാം. രണ്ടും നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ചെയ്യാവുന്നതാണ്, അല്ലേ? അപ്പോൾ ഇങ്ങനെ ഉള്ള പ്രോബ്ലംസും നമുക്ക് വരാം. അതായത് ഒന്നുകിൽ ഡിസ്റ്റൻസ് നേരിട്ട് കാണാൻ പറയുന്ന ക്വസ്റ്റ്യൻസ്, 2 പോയിന്റ് കൃത്യമായിട്ട് തന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ടാവും, പോയിന്റ്സ് കൃത്യമായിട്ട് കാണാൻ. അതായത് ഏതെങ്കിലും ചിലപ്പോൾ ഈ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇവിടെ എന്തായിരിക്കും? എക്സിന് പകരം വൈ ആയിരിക്കും കാണാൻ പറയുക. അങ്ങനെ ഏതെങ്കിലും ഒരു പോയിന്റ് തന്നിട്ട് നമുക്കങ്ങനെ കാണാൻ, ഇങ്ങനെയും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഈ തരത്തിലുള്ള ക്വസ്റ്റ്യൻസും നമ്മളോട് ചോദിക്കാറുണ്ട്. ഇനി നമ്മൾ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഫോർമുലയുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ആ ക്വസ്റ്റ്യനിലോട്ട് പോകാം. എന്താണ് ആ ക്വസ്റ്റ്യനിൽ പറയുന്നത്? ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് എ പോയിന്റ് വിച്ച് ഡിവൈഡ്സ് ദ ലൈൻ സെഗ്മെന്റ് ജോയിനിങ് ഓഫ് ദ ഫോളോവിങ് ഇൻ ദ ഗിവൻ റേഷ്യോ. അതായത് നമുക്ക് തന്നിട്ട് എന്താണ്? കോർഡിനേറ്റ്സ് കാണും, ഒരു പോയിന്റിന്റെ കോർഡിനേറ്റ്സ് കാണും. എങ്ങനെയുള്ള പോയിന്റ് ആണ്? നോക്കൂ, ഇങ്ങനെ ഈ 2 പോയിന്റുകൾ തന്നിട്ടുണ്ട്. 2, 3 എന്ന് പറയുന്നു, 7, 8 എന്ന് പറയുന്ന കോർഡിനേറ്റ്സ് ഉള്ള ഈ 2 പോയിന്റുകൾ തന്നിട്ടുണ്ട്. ആ പോയിന്റിനെ ഇന്റേണൽ ആയിട്ട് 2:3 എന്ന് പറയുന്ന റേഷ്യോയിൽ മറ്റൊരു പോയിന്റ് എന്ത് ചെയ്യുന്നു? കട്ട് ചെയ്യുന്നു. എന്ന് വെച്ചാൽ അതിനെ ബൈസെക്ട് ചെയ്യുന്നു. അതിന് ആ പോയിന്റ് ഏതാണ്, അല്ലെങ്കിൽ ആ പോയിന്റിന്റെ നമ്മുടെ കോർഡിനേറ്റ് ഏതാണ് എന്നാണ് കണ്ടെത്താൻ പറയുന്നത്. ഒരു ഉദാഹരണത്തിന് ഇതൊരു ലൈനാണ് എന്ന് വിചാരിക്കുക. ഇതൊരു ഇത് വേണമെങ്കിൽ എ, ഇത് ബി എന്ന് പറയുന്ന ഒരു പോയിന്റ്. ഈ ഒരു പോയിന്റിന്റെ കോർഡിനേറ്റ്സ് ആണ് 2, 3. ഈ പറയുന്ന പോയിന്റിന്റെ കോർഡിനേറ്റ്സ് 7, 8. ഈ പറയുന്ന 2 പോയിന്റുകൾ അതിന്റെ ലൈൻ ജോയിനിങ്ങിനെ 2:3 എന്ന് പറയുന്ന രീതിയിൽ കട്ട് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് എന്താണ്, വൈ കോർഡിനേറ്റ്സ് എന്താണ് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ അടുത്തൊരു പോയിന്റുകളിൽ -1, 4ഉം 0, -3ഉം ഇതിനെ 1:4 എന്ന് പറയുന്ന റേഷ്യോയിൽ കട്ട് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് എന്താണ്, വൈ കോർഡിനേറ്റ്സ് എന്താണ് എന്നാണ് ചോദ്യം. അപ്പോൾ ഇത് കാണണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? മറ്റൊരു ഫോർമുല യൂസ് ചെയ്യേണ്ടതുണ്ട്, അല്ലേ? ഈ ക്വസ്റ്റ്യന് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് മറ്റൊരു ഫോർമുല ഇവിടെ യൂസ് ചെയ്യേണ്ടതുണ്ട്. ആ ഫോർമുലയിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പോകുന്നത്. ഓക്കെ, ഫോർമുലയിലേക്ക് പോകുന്നതിന് നമ്മൾ ആദ്യമായിട്ട് ചെയ്യാനുള്ളത് ഈ ഭാഗമാണ്, അല്ലേ? ഈ ഭാഗം ചെയ്യണമെങ്കിൽ ആ ഫോർമുല വേണം. എന്താണ് ആ ഫോർമുല? എന്താണ്? mx. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് 2 പോയിന്റ് നമുക്ക് തന്നിട്ടുണ്ട്. അതായത് x1, y1, x2, y2 എന്ന് പറയുന്ന പോയിന്റ് തന്നിട്ടുണ്ട്. അതിനെ m:n എന്ന് പറയുന്ന റേഷ്യോയിൽ കട്ട് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റിന്റെ റേഷ്യോ xy എന്ന് പറയുന്ന കോർഡിനേറ്റ്സ് ഇതാണ് നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത്. ഒരു ഉദാഹരണത്തിന് എ, ബി, ഇങ്ങനെ 2 പോയിന്റ്. ആ പോയിന്റിന് ഇവിടെ പി എന്ന് പറയുന്ന ഒരു പോയിന്റ് എന്ത് ചെയ്യുന്നു? m:n എന്ന് പറയുന്ന റേഷ്യോയിൽ ഈ ലൈൻ ജോയിനിങ്ങിനെ കട്ട് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് x1, y1 ആണ് എങ്കിൽ, ഇത് x2, y2 ആണ് എങ്കിൽ, ഇത് xy ആണ്. ഓക്കെ, xy. ഈ xy പോയിന്റ് ഏതാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അത് കാണാനുള്ള ഇക്വേഷൻ ആണ് ഇത്. m×x2 + n×x1. അപ്പോൾ ഈ m ഉം n ഉം എവിടെ നിന്ന് വന്നു? m ഉം n ഉം നമ്മുടെ ലൈൻ ജോയിനിങ്ങിൻ്റെ റേഷ്യോ ആണ്. ഓക്കെ, അതാണ് m. അപ്പോൾ ഈ m×x2 × n ×
x1 n into x1 all divided by m plus n. അടുത്ത പോയിന്റ് എങ്ങനെ കാണും? m into y2 plus n into y1 all divided by m plus n. ഈ ഫോർമുല ഉപയോഗിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് നമ്മുടെ ഈ പറയുന്ന കോർഡിനേറ്റ്സ് കിട്ടും. അപ്പോൾ ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഈ കോർഡിനേറ്റ്സ് എങ്ങനെ എഴുതാം എന്നാണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? തൊട്ട് മുന്നേ ചെയ്ത പോയിന്റുകൾ അല്ലെങ്കിൽ ഈ പ്രോബ്ലം അല്ലേ 2 3 7 8 2 3 7 8 2 3 7 8 2:3. അപ്പോൾ ഇതാണ് x1 y1, ഇത് x2 y2, ഇത് m:n. ഓക്കെ, അപ്പോൾ ഈ ഫോർമുല പ്രകാരം നമ്മൾ ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെ വരും? m into x2 ആണ്, m into x2 plus n into x1. അപ്പോൾ m into x2 plus n into x1 by m plus n. അങ്ങനെ നോക്കുമ്പോൾ m into x2, m എത്രയാണ്? ഇവിടെ 2 ആണ്. അപ്പോൾ 2 into x2 എത്രയാണ്? x2 7 ആണ്. 2 into 7 പ്ലസ് n എത്രയാണ്? 3 ആണ്. 3 into എത്രയാണ്? x1 എത്രയാണ്? 2 ആണ്. ഓൾ ഡിവൈഡ് m പ്ലസ് n 2 പ്ലസ് 3 5 ആണ്. അപ്പോൾ എത്ര വരുന്നു? n into 7 എന്ന് പറയുമ്പോൾ 14 പ്ലസ് 3 into 2 എന്ന് പറയുമ്പോൾ 6 by 5. അപ്പോൾ 14 പ്ലസ് 6 എന്ന് പറയുമ്പോൾ 20 by 5 എന്ന് പറയുമ്പോൾ 4. നമുക്ക് എത്ര കിട്ടി? 4 കിട്ടി. ഇത് പക്ഷേ ശ്രദ്ധിക്കേണ്ടത് ഒരു പോയിന്റ് മാത്രമേ ആയിട്ടുള്ളൂ അല്ലേ? ഒരു കോർഡിനേറ്റ് നമ്മുടെ XY എന്ന് പറയുന്ന കോർഡിനേറ്റ് ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അപ്പോൾ ആ കണ്ടെത്തേണ്ട എക്സ് കോർഡിനേറ്റ് മാത്രമാണ് നമുക്ക് 4 കിട്ടിയത്. ഇനി Y കോർഡിനേറ്റ് കാണാനുണ്ട്. അതെങ്ങനെ കണ്ടെത്തും? ഇതേ ഫോർമുല തന്നെയല്ലേ, പക്ഷെ ചെറിയ വ്യത്യാസം m into y2 plus n into y1 ആണ് അല്ലേ? അപ്പം m into y2 plus n into y1 all divided by m plus n എന്നാണ് പറയുന്നത്. അപ്പോൾ m into y2 എന്ന് പറയുന്നത് m എത്രയാണ്? 2 ആണ്. 2 into y2 എത്രയാണ്? y2 8 ആണ്. 2 into 8 പ്ലസ് n into എന്നിന് പകരമായിട്ട് നമുക്ക് ഇവിടെ എത്രയാണ്? എന്നിന് പകരമായിട്ട് നമുക്ക് ഇവിടെ ഉള്ളത് 3 ആണ്. 3 into y1 എത്രയാണ്? 3 ആണ്. 3 ഓൾ ഡിവൈഡ് m പ്ലസ് n 5 തന്നെയാണ്. ഓക്കെ, 2 into 8 16 ആണ്. 3 into 3 9 ആണ്. 9 by 5. അപ്പോൾ 16 പ്ലസ് 9 എന്ന് പറയുമ്പോൾ 25 by 5 എത്രയാണ് വരുന്നത്? 5 ആണ്. അപ്പോൾ നമുക്ക് കിട്ടിയ പോയിന്റ് 5 ആണ്. അപ്പോൾ ആദ്യം കിട്ടിയ പോയിന്റ് എത്ര? 5. അപ്പോൾ ഇവിടുത്തെ പോയിന്റുകൾ P എന്ന് പറയുന്ന XY എന്ന് പറയുന്ന ആ പോയിന്റിന്റെ കോർഡിനേറ്റ്സ് എത്രയാണ്? 4 5 എന്നാണ് ഈ പറയുന്ന പോയിന്റിന്റെ കോർഡിനേറ്റ്സ് ആയിട്ട് കാണാൻ. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്തത് ഇവിടെ? നമ്മുടെ ഇക്വേഷൻ നമ്മൾ കൃത്യമായിട്ട് ഓർത്തു. m into x2 plus n into x1 all divided by m plus n. അതുപോലെ അടുത്ത പോയിന്റിന്റെ എന്താണ്? m into y2 plus n into y1 all divided by m plus n എന്ന് പറയും. ഈ രണ്ട് ഇക്വേഷൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അങ്ങനെയെങ്കിൽ നമുക്ക് തന്നിട്ടുള്ള പ്രോബ്ലംസിൽ നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യാം? ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഒരു പ്രോബ്ലം നമ്മൾ ചെയ്ത് കഴിഞ്ഞു. എന്ത് ചെയ്തു? അതിൽ നമുക്ക് P എന്ന് പറയുന്ന പോയിന്റിന്റെ 4ഉം 5ഉം ആണ് എന്ന് നമ്മൾ കണ്ടെത്തി. പക്ഷെ നമ്മുടെ പ്രോബ്ലം ഇത് മാത്രമല്ലല്ലോ. എന്താണ്? -1 4ഉം 0 3ഉം അല്ലേ? -1 4ഉം 0 3ഉം -1 4ഉം 0 3ഉം 0 3 1:4 എന്ന് പറയുന്ന റേഷ്യോ 1:4 എന്ന റേഷ്യോ. അപ്പോൾ നമുക്ക് നേരത്തെ ചെയ്ത പോലെ x1 എത്രയാണ്? x1 y1 x2 y2 m:n അല്ലേ? അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത അതേ ഫോർമുല നോക്കുകയാണെങ്കിൽ m into x2 plus n into x1 all divided by m plus n ഇതാണ് നമ്മുടെ ഫോർമുല. അങ്ങനെ നോക്കുമ്പോൾ 1 ആണ് അല്ലേ? 1 into x2 എത്രയാണ്? x2 0 ആണ്. x2 0 ആകുമ്പോൾ 0 അത് 0 ആയിട്ട് തന്നെ വരും. പ്ലസ്
n 4 ആണ്. 4 ഇൻറ്റു എത്രയാണ്? x1 എത്രയാണ്? -1 ഓക്കെ. ഓൾ ഡിവൈഡഡ് ബൈ m 5 ആണ്. അത് ഇവിടെയും 5 ആണ്. അപ്പോൾ എത്ര വരുന്നു? 0 ആണ് ഇവിടെ വരുന്നത്. 4 ഇൻറ്റു -1 എന്ന് പറയുമ്പോൾ -4 ആണ്. അപ്പോൾ -4 ഡിവൈഡ് ബൈ 5 ആണ് ഒരു പോയിന്റ് അല്ലേ? ഒരു പോയിന്റ് എന്ന് പറയുന്നത് -4 ബൈ 5 എന്നാണ്. അടുത്ത പോയിന്റ് എത്രയാണ് വരുന്നത്? അടുത്ത പോയിന്റ് നോക്കൂ. m ഇൻറ്റു y2 പ്ലസ് n ഇൻറ്റു y1 ബൈ m പ്ലസ് n. m എത്രയാണ്? 1 ആണ്. 1 ഇൻറ്റു y2 എത്രയാണ്? 3 ആണ്. y2 എത്രയാണ്? 3. ഓക്കെ, y2 എത്രയാണ്? 3 ആണ്. ഓക്കെ, പ്ലസ് n എത്രയാണ്? 4 ഇൻറ്റു y1 എത്രയാണ്? 4 ആണ്. അപ്പോൾ ഓൾ ഡിവൈഡഡ് ബൈ 5 ആണ്. ഓൾ ഡിവൈഡഡ് ബൈ 5 ഇസ് ഈക്വൽ ടു 3 പ്ലസ് 16 ബൈ 5 എന്ന് വെച്ചാൽ 90/5. ഇങ്ങനെയാണ് നമ്മുടെ പ്രോബ്ലംസിന് ഈ പറയുന്ന പോയിന്റ് നമ്മൾ കണ്ടെത്തി. 2 പോയിന്റ് കിട്ടി. എത്രയാണ്? -4/5 കിട്ടി, 90/5 കിട്ടി. ഇങ്ങനെ 2 പോയിന്റുകൾ കൂടി നമുക്ക് എന്ത് കിട്ടി? ഈ ഫോർമുല ഉപയോഗിച്ച് കിട്ടി. അപ്പോൾ നേരത്തെ ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ് അല്ലേ? 2 പോയിന്റുകളും. പക്ഷെ ചിലപ്പോൾ അത് ഫ്രാക്ഷൻ വരാം, ചിലപ്പോൾ അത് നോർമൽ നമുക്ക് ഒരു ഇൻഡിജേഴ്സ് ഒക്കെ നമുക്ക് ലഭിച്ചു എന്ന് വരാം. അത് നൽകിയിട്ടുള്ള പ്രോബ്ലംസിനനുസരിച്ചായിരിക്കും ഉണ്ടാവുക. ഇത് നമ്മൾ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. അപ്പോൾ ഈ ഫോർമുല കിട്ടിയാൽ കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ പ്രോബ്ലംസിന് ആൻസർ ചെയ്യാൻ സാധിക്കും. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പെരിമീറ്റേഴ്സ് ആൻഡ് ഏരിയാസ് ഓഫ് പ്ലെയിൻ ഫിഗേഴ്സ് എന്ന് പറയുന്നത് ചില പ്രത്യേക ഭാഗങ്ങളുടെ, അതായത് റെക്റ്റാങ്കിൾ, സ്ക്വയർ എന്ന് പറയുന്ന ചില ഭാഗങ്ങളുടെ പെരിമീറ്ററും സ്ക്വയറും അതെങ്ങനെ ക്വസ്റ്റ്യനിൽ വരുന്നു, അതെങ്ങനെ നമ്മൾ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നു എന്നുള്ള കാര്യമാണ് നോക്കേണ്ടത്. നമുക്ക് ആദ്യമായിട്ട് കാണാനുള്ളത് ഫൈൻഡ് ദ ഏരിയ ഓഫ് എ സ്ക്വയർ ഹൂസ് പെരിമീറ്റർ ഈസ് 80 സെൻറ്റിമീറ്റർ. അപ്പോൾ ഈ പെരിമീറ്ററും അതുപോലെ തന്നെ ഏരിയയും ഇത് ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് ആദ്യം ആ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കാം. ഓക്കെ, അതെങ്ങനെ ചെയ്യുന്നു? ഇപ്പം നമുക്ക് തന്നിട്ടുള്ളത് ഒരു സ്ക്വയറാണ് അല്ലേ? ഒരു സ്ക്വയർ നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ആ സ്ക്വയറിൻ്റെ പെരിമീറ്റർ എന്ന് പറയും. ഇപ്പോൾ ഈ ഒരു സൈഡ് എ ആണ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഒരു സ്ക്വയർ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ സൈഡും ഒരുപോലെ ആയിരിക്കും അല്ലേ? അങ്ങനെയാണെങ്കിൽ പെരിമീറ്റർ എന്ന് പറയുന്നത് ഈ പറയുന്ന 4ഉം ആഡ് ചെയ്യുന്നതിനെയാണ് പെരിമീറ്റർ എന്ന് പറയുന്നത്. അതിനെയാണ് പെരിമീറ്റർ എന്ന് വെച്ചാൽ a പ്ലസ് 4 സൈഡും അതിൻ്റെ ചുറ്റളവ്. ഇതാണ് നമ്മൾ നോക്കുന്നത്. ഇതാണ് നമുക്ക് എന്ത് പറയുന്നത്? പെരിമീറ്റർ എന്ന് പറയും. ഇതിന് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താം? 4 ഇൻറ്റു a ഇങ്ങനെ എഴുതാം. ഇതാണ് നമുക്ക് പെരിമീറ്റർ എന്ന രൂപത്തിൽ കിട്ടുന്നത്. ഇതൊരു സ്ക്വയറിൻ്റേത് മാത്രമാണ്. എന്തുകൊണ്ടാണ് സ്ക്വയറിൻ്റേത് മാത്രമെന്ന് ഞാൻ പറയാൻ കാരണം, ഒരു സ്ക്വയർ, ഒരു സമചതുരത്തിൻ്റെ പ്രത്യേകത എന്തായിരിക്കും? എല്ലാ സൈഡും ഒരുപോലെ ആയിരിക്കും. അങ്ങനെയുള്ള കേസുകളിൽ മാത്രമേ ഈ ഇക്വേഷൻ പോസിബിൾ ആവുള്ളൂ. ഇനി റെക്റ്റാങ്കിൾ ആണെങ്കിൽ അതിൻ്റെ പെരിമീറ്റർ വ്യത്യാസപ്പെടും. ഓക്കെ, എങ്ങനെയായാലും ഇതാണ് അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ളത് പെരിമീറ്റർ 80 മീറ്റർ ആയിട്ടുള്ള ഒരു സ്ക്വയറിൻ്റെ ഏരിയ കാണാനാണ്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് എന്താ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. നമുക്ക് ആദ്യം 4 ഇൻറ്റു എ, നമുക്ക് പെരിമീറ്റർ തന്നിട്ടുണ്ട് അല്ലേ? 4 ഇൻറ്റു എ ആണ് പെരിമീറ്റർ. അതെത്രയാണ്? 80 ആണ്. 4 ഇൻറ്റു എ എന്ന് പറയുന്നത് 80 മീറ്റർ ആണെങ്കിൽ എ എത്ര ആയിരിക്കും? 80/4 മീറ്റർ. 80/4 മീറ്റർ എന്ന് പറഞ്ഞാൽ 20 മീറ്റർ അല്ലേ? 20 മീറ്റർ. നമുക്ക് എന്ത് കിട്ടി? എന്താണ് കിട്ടിയത്? ഒരു സൈഡ് എ എന്ന് പറയുന്ന ഒരു സൈഡ് 20 ആണ് എന്ന് കിട്ടി. എന്ന് വെച്ചാൽ ഈ സൈഡ് 20 ആണെങ്കിൽ ഈ സൈഡ് എത്രയായിരിക്കും? 20 ആയിരിക്കും. ഈ സൈഡ് എത്രയായിരിക്കും? 20 ആയിരിക്കും. ഈ സൈഡ് എത്രയായിരിക്കും? 20 ആയിരിക്കും. നമുക്ക് കാണേണ്ടത് എന്താണ്? ഏരിയ ആണ്. ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? സൈഡ് ഇൻറ്റു സൈഡാണ്. സൈഡ് ഇൻറ്റു സൈഡ് എന്ന് പറഞ്ഞാൽ ഈ സൈഡും തമ്മിൽ ഗുണിച്ചാൽ മതി അല്ലേ? ഈ സൈഡും ഗുണിക്കുക എന്ന് പറഞ്ഞാൽ എത്രയാണ്? 20 ഇൻറ്റു 20 അല്ലേ? 20 ഇൻറ്റു 20 മീറ്റർ സ്ക്വയർ ആണ്. 20 ഇൻറ്റു 20 400 ആണ്. 400 മീറ്റർ സ്ക്വയർ ആയിരിക്കും ഈ പറയുന്ന സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. പെരിമീറ്റർ 80 ആണെങ്കിൽ
അത് എത്രയായിരിക്കും? 400 ആയിരിക്കും അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, റെഡി അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻസ് നോക്കാം. നമുക്കൊരു ലെങ്ത്തും ബ്രെഡ്ത്തും ഉള്ള ഒരു റെക്റ്റാങ്കിളിൻ്റെ കേസാണ്. ഇവിടെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് എ റെക്ടാങ്കുലർ ഫീൽഡ് ആർ 24 and 12 മീറ്റർ. എന്ന് വെച്ചാൽ ഒരു പറമ്പുണ്ട്, ഒരു പാടം അല്ലെങ്കിൽ പറമ്പ്. ഓക്കെ, അതിൻ്റെ നീളം എന്ന് പറയുന്നത് 24 മീറ്ററാണ്. വീതി എന്ന് പറയുന്നത് 12 മീറ്ററാണ്. ഒരു ചതുരാകൃതിയിലുള്ളതാണ്. ഓക്കെ, ഒരു ചതുരാകൃതിയിലുള്ള ഒരു പറമ്പാണ്. അതിൻ്റെ നീളം 24 വീതി 12 മീറ്ററും അത് കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. നമ്മളുടെ ചോദ്യം എന്താണ്? ബാർബഡ് വയർ റിക്വയർഡ് ടു ഫെൻസ് ദ ഫീൽഡ്. ഈ പറമ്പിന് ചുറ്റും ഒരു വേലി കെട്ടാൻ, എത്ര വയറായിരിക്കും ആവശ്യം വരിക? ആ വേലി കെട്ടാൻ ഇങ്ങനെ കറക്റ്റ് ഒരു വേലി കെട്ടുകയാണെങ്കിൽ എത്ര വയർ ആവശ്യം വരും എന്നുള്ള കാര്യമാണ് നമ്മളോട് ചോദിച്ചിട്ട്. മക്കളെ ഒന്ന് ശ്രദ്ധിക്കൂ, ഇതിന് ചുറ്റും വേലി കെട്ടുക എന്ന് പറഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യുക എന്നല്ല അർത്ഥം. അതായത് ചോദിച്ചത് എന്താണ്? ഇതിൻ്റെ പെരിമീറ്റർ, ചുറ്റളവാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിന് ചുറ്റുമുള്ള ഈ അളവിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞിട്ടുള്ളത്? പെരിമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ 24 ആണെങ്കിൽ ഒരു ചതുരത്തിന്റെ പ്രത്യേകതയാണ് ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ ആണ്. ഇവിടെ 24 ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും? അതും 24 ആയിരിക്കും. ഇവിടെ 12 ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും? അവിടെയും 12 ആയിരിക്കും അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചോദ്യം എന്താണ്? പെരിമീറ്റർ എങ്ങനെ കാണാമെന്നുള്ളതാണ്. ഞാൻ അതിൻ്റെ ഒരു നോക്കാം. ഇതൊരു റെക്റ്റാങ്കിൾ ആണ് അല്ലേ? ഇത് ബിയും ഇത് എയും ആണ് എന്ന് വിചാരിക്കുക. ഇത് ബിയും ഒരു എയും ആണ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഏരിയ കാണാം. ഈ സൈഡും തമ്മിൽ ഗുണിച്ചാൽ മതി. ഏരിയ ഈക്വൽ ടു എ ഇൻറ്റു ബി തമ്മിൽ ഗുണിച്ചാൽ ഏരിയ കിട്ടും. ഈ പെരിമീറ്റർ എന്താണ്? 2 × a+b. എങ്ങനെയാണ് a+b? ഇവിടെ എ ആണെങ്കിൽ ഇവിടെയും എ ആയിരിക്കും, ഇവിടെ ബി ആണെങ്കിൽ ഇവിടെയും ബി ആയിരിക്കും. നമുക്ക് പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എല്ലാ വശവും കൂട്ടുന്നൊരു കേസാണ് അല്ലേ? അപ്പം എ പ്ലസ് ബി പ്ലസ് ഇവിടെയുള്ള എ പ്ലസ് ഇവിടെയുള്ള ബി അല്ലേ? ഇതാണല്ലേ വരുന്നത്. എന്ന് വെച്ചാൽ 2 എയും 2 ബിയും കൂട്ടുന്നതാണ് അല്ലേ? അതിന് എങ്ങനെ എഴുതാം? 2 × a+b എന്ന് എഴുതി കൂടെ. 2 × a+b എന്ന് വെച്ചാൽ ഒരു സൈഡ്, ഒരു നീളവും വീതിയും തമ്മിൽ കൂട്ടുക, എന്നിട്ട് അതിനെ 2 കൊണ്ട് ഗുണിക്കുക. ഇത് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി? ഇതിൻ്റെ പെരിമീറ്റർ കിട്ടി. ഈ ഇക്വേഷൻ ഓർമ്മയിലുണ്ടെങ്കിൽ എന്താണ് ചോദിച്ചിട്ടുള്ളത്? പെരിമീറ്റർ ആണ് ചോദിച്ചിട്ടുള്ളത്. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ 2 × a+b ആണ്. പെരിമീറ്റർ എത്രയാണ്? പെരിമീറ്റർ = 2 × a+b. വെച്ചാൽ 2 ഇവിടെ എ എത്രയാണ്? ഇവിടെ എ എന്ന് പറഞ്ഞാൽ നമ്മുടെ നീളം, അത് എത്രയാണ്? 24 പ്ലസ് ബി എത്രയാണ്? 12 ആണ്. അപ്പോൾ 2 × 36 36 എത്രയാണ്? 72 ആണ്. അപ്പോൾ പെരിമീറ്റർ എന്ന് പറയുന്നത് 72 മീറ്റർ ആണ്. പക്ഷെ രണ്ടാമത് ചോദിച്ച ചോദ്യം എത്രയാണ്? ഏരിയ ഓഫ് ദ ഫീൽഡ്. ഏരിയ കാണണം. 24 12. ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? എ ഇൻറ്റു ബി. നീളവും വീതിയും തമ്മിൽ ഗുണിക്കുക. അപ്പോൾ ഏരിയ കാണാൻ എന്ത് ചെയ്താൽ മതി? എ ഇൻറ്റു ബി എന്നാണ്. അപ്പോൾ എ എത്രയാണ്? 24. 24 × 12. 24 × 12 എത്രയാണ്? 288 മീറ്റർ സ്ക്വയർ ആയിരിക്കും ഇതിൻ്റെ ആൻസർ. അപ്പോൾ ഇത്തരത്തിൽ ആണ് നമ്മുടെ ഈ പ്രോബ്ലംസ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ചെയ്യുന്നത്. വളരെ ഈസി അല്ലേ? വളരെ ഈസിയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്തൊരു പ്രോബ്ലം കൂടി നോക്കാം. ഈ ഒരു രീതിയിൽ വരാനുള്ള അടുത്തൊരു പ്രോബ്ലമാണ് ഇത്. എന്താണ്? ഫൈൻഡ് ദ ഏരിയ ഓഫ് എ പാരലലോഗ്രാം ഓഫ് ബേസ് 12 സെൻറ്റിമീറ്റർ ആൻഡ് കറസ്പോണ്ടിങ് ആൾട്ടിറ്റ്യൂഡ് 8 സെൻറ്റിമീറ്റർ. അതായത് ഒരു പാരലലോഗ്രാം ഉണ്ട്, അതിൻ്റെ ബേസ് 12 ആണ്, പക്ഷെ ഹൈറ്റ് എത്രയാണ്? 8 സെൻറ്റിമീറ്റർ ആണ്. കാണാൻ പറഞ്ഞത് ഏരിയ ആണ്. അപ്പോൾ പാരലലോഗ്രാമിൻ്റെ ഏരിയ കാണാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? ബേസ് ഇൻറ്റു കറസ്പോണ്ടിങ് ഹൈറ്റ്. ഈ ഹൈറ്റും ഈ പറയുന്ന നമ്മുടെ ബേസും കൂടി എന്ത് ചെയ്താൽ മതി? മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ബേസ് എത്രയാണ്? ഇവിടെ ബേസ് 12 ആണ്. 12 × 8. അപ്പോൾ 12 മീറ്റർ ഇൻറ്റു ഇവിടെ മീറ്റർ അല്ല, സെൻറ്റിമീറ്റർ ആണ് തന്നിട്ടുള്ളത്. സെൻറ്റിമീറ്റർ അല്ലേ? 12 × 8 എത്രയാണ്? 8 × 80 96
6 വരും അല്ലേ, 96 വരും, 96. ക്ലിയർ ആണല്ലോ, ക്ലിയർ ആണല്ലോ, ക്ലിയർ അല്ലേ? 20 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ ഓർത്ത് വെക്കുക, അതിനാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ ചെയ്തത്. ഈ ഇക്വേഷൻ ഓർത്ത് വെക്കുക. ഏരിയ ഓഫ് ദ പാരലലോഗ്രാം എന്നാൽ ബേസ് ഇൻറ്റു കറസ്പോണ്ടിങ് ഹൈറ്റ്. ഇനി ഏരിയ ഓഫ് എ സ്ക്വയർ ആണെങ്കിലോ ആ സൈഡിൻ്റെ സ്ക്വയർ എടുത്താൽ മതി, കാരണം രണ്ട് സൈഡും ഈക്വൽ ആയതുകൊണ്ട് ഒരു സൈഡിൻ്റെ സ്ക്വയർ എടുത്താൽ മതി. ഇനി ഒരു റെക്റ്റാങ്കിൾ ആണ് എന്നുണ്ടെങ്കിലോ, റെക്റ്റാങ്കിൾ ആണ് എന്നുണ്ടെങ്കിൽ സൈഡ് ഇൻറ്റു സൈഡാണ്, സൈഡ് ഇൻറ്റു സൈഡ്, അതായത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ഇത് ചെയ്താൽ നമുക്ക് അതിൻ്റെ ഏരിയ കിട്ടും. പക്ഷേ ഒരു പാരലലോഗ്രാമിൻ്റെ ഏരിയ വരുമ്പോൾ അത് ബേസ് ഇൻറ്റു കറസ്പോണ്ടിങ് ഹൈറ്റ് ആണ്. ഇനി ഒരു ട്രയാങ്കിളിൻ്റെതാവുമ്പോഴോ അത് ഹാഫ് BH ആണ്, ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഇക്വേഷൻസ് ഓർത്ത് വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം, പ്രോബ്ലംസ് ആൻസർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന ഈ ലൈവ് ക്ലാസ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ തുടർച്ചയായിട്ടുള്ള മറ്റു ടോപ്പിക്കുകൾ കൂടി ചെയ്യാനുണ്ട്. അത് പക്ഷേ അടുത്ത ലൈവിലായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുക. താൽക്കാലികമായിട്ട് നമ്മളിവിടെ വീണ്ടും വിട പറയുകയാണ്. നമുക്ക് വീണ്ടും അടുത്തൊരു ലൈവിൽ കാണാം. ഓക്കെ, താങ്ക് യു, ബൈ ബൈ.